കള്ളൻ പോറ്റിയും ഭീമയും തമ്മിൽ ബന്ധമെന്ത്? എൻ്റെ പൊന്നയ്യപ്പ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. പ്രമുഖ സ്വർണ്ണക്കച്ചവടക്കാരനായ ഭീമ ജുവലേഴ്സ് ശബരിമലയ്ക്ക് സംഭാവന ചെയ്ത ഒരു ചെറിയ ആംബുലൻസിൻ്റെ താക്കോൽ കൈമാറൽ ചടങ്ങിൽ ഈ സ്വർണ്ണക്കള്ളൻ പോറ്റിയാണ് പിണറായി വിജയൻ്റെ ആ തൃക്കൈയിലേക്ക് വാഹനത്തിൻ്റെ പ്രതീകാത്മക താക്കോൽ കൈമാറുന്നത്. ഈ കള്ളന്മാരും ഭീമയും തമ്മിലുള്ള ബന്ധമെന്തെന്നാണ് ഞങ്ങളുടെ ചോദ്യം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലായിരുന്നു ഓഗസ്റ്റ് 20 ആ പരിപാടി നടന്നത്. ഈ പരിപാടിയുടെ ഫോട്ടോ വക്രീകരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഈ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഈ ചിത്രം പങ്കുവച്ച കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യത്തിനെതിരെയാണ് ചേവായൂർ പോലീസ് സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തി കേസെടുത്തത്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുള്ള ചിത്രം AI നിർമ്മിതിയാണെന്നും ഇക്കാര്യത്തിൽ വസ്തുതകൾ പുറത്തുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിന് തൊട്ടുപിന്നാലെയായിരുന്നു KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ N. സുബ്രഹ്മണ്യൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഫോട്ടോകൾ പങ്കുവച്ചത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകുവാൻ എന്തായിരിക്കും കാരണമെന്ന ക്യാപ്ഷനോടെയായിരുന്നു ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ ഷെയർ ചെയ്തത്. എന്നാൽ പിന്നീട് ഇതിലൊരു ഫോട്ടോ പിൻവലിച്ചു. ഫോട്ടോ പങ്കുവച്ചതിന് കലാപാഹ്വാനത്തിനാണ് ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. സമൂഹത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഫോട്ടോ പങ്കുവച്ചെന്നാണ് FIR-ൽ പറയുന്നത്. ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് താൻ പോസ്റ്റിട്ടതെന്നും AKG സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കേസെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചിരുന്നു. ഒരു ഫോട്ടോ പിൻവലിച്ചത് കൂടുതൽ വ്യക്തതയുള്ള ഫോട്ടോ ഇടാനാണെന്നും സുബ്രഹ്മണ്യൻ ഈ യഥാർത്ഥ വീഡിയോ പുറത്തു വന്ന ശേഷം വിശദീകരിച്ചു. ഇനി ഫോട്ടോ ആകേണ്ട, ഈ വീഡിയോ മുഴുവനായി തന്നെ അങ്ങ് പോസ്റ്റ് കളയാം. ആ യഥാർത്ഥ വീഡിയോ നമുക്കൊന്ന് കണ്ട ശേഷം തിരികെ വരാം. Kada. Banyu. Ini mah. Taruh ni. Baik tu nak banding lagi ni. Baik tu nak banding lagi. Back. Pergi back. Kali ada dah. Ayolah. What is
സ്വർണ്ണക്കള്ളൻ തീവട്ടിക്കൊള്ളക്കാരന് താക്കോൽ കൈമാറുമ്പോൾ സമീപത്ത് നിൽക്കുന്ന അടിപൊളിയായിട്ടുണ്ട് എന്നും പറഞ്ഞ് കൈകൊടുക്കുന്ന ആ ശശിയെയും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇതും ഇനി AI നിർമ്മിതിയാണെന്ന് ക്യാപ്സൂൾ വരുമോ ആവോ? ഈ വീഡിയോയിൽ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം ഞങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഭീമയാണ് ഇതിൻ്റെ സ്പോൺസർ എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആംബുലൻസ് കൊടുത്തത് ഭീമ ജുവലേഴ്സ് ആണെന്ന് വലിയ അക്ഷരത്തിൽ ഈ വാഹനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ് ഡൊണേറ്റഡ് ബൈ ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബി കൃഷ്ണൻ ഗ്രൂപ്പ്, ബംഗളൂരു. അപ്പോൾ ഈ സ്പോൺസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിലുള്ള യഥാർത്ഥ സ്പോൺസർ ഈ ഭീമയാണോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ആംബുലൻസിൽ പല ഭാഗത്തായി എഴുതി വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു: ഭീമ ഡൊണേറ്റഡ് ബൈ ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബി കൃഷ്ണൻ ഗ്രൂപ്പ്, ബംഗളൂരു. അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക, ഇതൊരുപക്ഷെ ദൈവത്തിൻ്റെ അദൃശ്യ കയ്യൊപ്പാവാം. ഭീമ എന്തിനാണ് ഇപ്രകാരം ഒരു ആംബുലൻസ് ശബരിമലയ്ക്ക് നൽകിയത്? പോറ്റിക്കും ആ സ്ത്രീകൾക്കും ഈ ജുവലറിയുമായി, ഈ സർക്കാരുമായി എന്താണ് ബന്ധം? അവർ എന്തിനാണ് ഇപ്രകാരം ഒരു ആംബുലൻസ് ശബരിമലയിലേക്ക് കൊടുത്തത്? ഈ ആംബുലൻസ് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചത് സ്വർണ്ണക്കടത്തിനോ അതോ രോഗികളെ കൊണ്ടുപോകുവാനോ? ഈ ആംബുലൻസ് എവിടേക്കൊക്കെ ഓടിയിട്ടുണ്ട് എന്ന് ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇതിന് GPS ട്രാക്കിംഗ് ഉണ്ടോ? സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്ന ആ തട്ടാനായ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഈ ഇടപാടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബി കൃഷ്ണൻ ഗ്രൂപ്പ്, ബംഗളൂരു എന്നാണ് സ്പോൺസറായ ജുവലറിയുടെ പേര് ആംബുലൻസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടപാട് നടന്ന പല സ്ഥാപനങ്ങളും ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും പാർട്ടിതല അച്ചടക്ക നടപടിയെടുക്കാത്തതിൻ്റെ ഗുട്ടൻസ് ഒരുപക്ഷെ ഇത് തന്നെയല്ലേ? ഇവന്മാരെ ഊരിക്കൊടുക്കാമെന്ന പാർട്ടിയുടെ ഉറപ്പുണ്ട്. ഇപ്പോൾ വന്ന കോടതി വിധിയും അത് സാധൂകരിക്കുന്നു. എന്തായാലും ഇനി കൂടുതൽ അന്വേഷണം വേണ്ടുന്നത് ഈ ഭീമ ജുവലറിയും പോറ്റിയും തമ്മിലുള്ള ബന്ധവും ഇവർ നടത്തിയ സകല ഇടപാടുകളും ഇതിലെ രാഷ്ട്രീയ കണ്ണികളുമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.